ആദ്യം പോലീസ് പോലും അവിശ്വസിച്ച വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലുകൾ. 2 കൊലപാതകങ്ങൾ ചെയ്തു, പക്ഷേ രണ്ടിലും കൊല്ലപ്പെട്ടതാരെന്നറിയില്ല എന്നായിരുന്നു മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞത്. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി, ഇനിയെല്ലാം തുറന്നു പറയുന്നുവെന്നും മുഹമ്മദ് അലി വെളിപ്പെടുത്തി. 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് 1986 കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടത് ഇരിട്ടി വെളിമാനം സ്വദേശി മോഹനനാണെന്ന് തിരുവമ്പാടി പോലീസ് കണ്ടെത്തിയത്. 1986 നവംബർ അവസാനമായിരുന്നു കൊലപാതകം. അന്ന് 16 വയസ്സായിരുന്നു മുഹമ്മദ് അലിയുടെ പ്രായം. ജോലിക്കായി കൂടരഞ്ഞിയിലേക്ക് എത്തിയതായിരുന്നു മോഹനൻ. ലൈംഗികമായി ഉപദ്രവിച്ചതിൻ്റെ പകയിൽ തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തി കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതം. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയാൻ കഴിയാതെ വന്നതോടെ പോലീസ് രേഖാചിത്രം ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നു. തിരുവമ്പാടി പോലീസ് ഇരിട്ടിയിലെത്തി മോഹനൻ്റെ കുടുംബത്തെ കണ്ടു. മോഹനനെ കൂടരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് അന്ന് കുടുംബം അറിഞ്ഞിരുന്നു. അപസ്മാര രോഗിയായിരുന്നു മോഹനൻ. അതിനാൽ മറ്റു സംശയങ്ങൾ ആർക്കും ഉണ്ടായിരുന്നില്ല. കൊല്ലപ്പെട്ടയാളെ പോലീസ് തിരിച്ചറിഞ്ഞതിൽ ജാമ്യത്തിൽ പുറത്തു കഴിയുന്ന മുഹമ്മദ് അലിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. എനിക്ക് സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം അങ്ങനെ ഒരു സംഭവം നടന്നു. പക്ഷെ അത് ആരാണെന്ന് എന്താണെന്ന് കുടുംബത്തിന് അറിയില്ലായിരുന്നു. എങ്ങനെയാണ് ആള് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ള അറിയില്ലായിരുന്നു. ഇപ്പൊ അവർക്കത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനും വേണ്ടി ഒരു മരണാനന്തര ക്രിയകൾ ചെയ്യാൻ ആ കുടുംബത്തിന് സാധിച്ചല്ലോ. അതിന് ഒരു നിമിത്തം ഞാൻ ആയല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. പോലീസിനോട് ഞാൻ പറഞ്ഞിരുന്നു, എന്തായാലും എങ്ങനെയായാലും ഏത് രീതിയിലായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയി ഹാജരായത്. 1989 വെള്ളയിൽ ബീച്ചിൽ 2ാമത്തെ കൊലപാതകം എന്നാണ് മുഹമ്മദ് അലി പറഞ്ഞത്. ഈ വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടരുന്നുണ്ട്. പക്ഷേ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂൺ 5-നാണ് വേങ്ങര സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി കൊലപാതകങ്ങൾ ഏറ്റുപറഞ്ഞത്. കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞതോടെ അവിശ്വസനീയമായ ഈ കേസ് പുതിയ തലത്തിലേക്ക് കടന്നു. തിരുവമ്പാടി പോലീസ് ഉടൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.